ഹലോ ഗൈസ്, അപ്പോൾ വെളിയിൽ നല്ല മഴയാണ് കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഒന്നും നടക്കത്തില്ല. ബൈ ദ വേ, ഞാൻ മൈക്ക് കുത്തിയിട്ടില്ല. മൈക്ക് കുത്തുമ്പോൾ മൈക്കിൽ കൂടെ അല്ല എൻ്റെ വോയിസ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം കേൾക്കാമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. കേൾക്കാമായിരിക്കും. ഞാൻ ജനലൊക്കെ അടച്ചിട്ടുണ്ട്, അപ്പോൾ കേൾക്കാമായിരിക്കും അത്യാവശ്യം. ഇതുകൊണ്ട് ഇപ്പം ഞാൻ മൈക്ക് കുത്തിയിട്ടുണ്ട്. പക്ഷേ ഫോണിൻ്റെ കവർ ഇട്ടേക്കുന്നുണ്ട്. മൈക്ക് കറക്റ്റായിട്ടല്ല അറ്റാച്ച് ആയിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? അല്ല, ഞാൻ ഈ കവർ വീണ്ടും ഊരണം. അപ്പോൾ അങ്ങനെ 2-3 തവണയൊക്കെ ഊരി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കവർ ലൂസ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെ ഫൈനലി ഞാൻ കവറെല്ലാം ഊരി കളഞ്ഞേക്കുക. എന്നാലേ കേൾക്കത്തുള്ളൂ. ഇല്ല, ഞാൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല. എക്കോയൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. എടാ, ഇത്ര നേരം നീ മിണ്ടായിരിക്കുമല്ലോ, നീ ഇപ്പം എന്തിനാ നീ കരയുന്നേ? ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി സിസേറിയൻ്റെ സ്റ്റോറി, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്താണെങ്കിൽ ഒത്തിരി എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 1.5 മണിക്കൂറായി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് 1.5 മണിക്കൂറിൻ്റെ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യും? കാണത്തില്ല, ആരും കാണത്തില്ല. 1.5 മണിക്കൂർ അതാ കേൾക്കാതെ. അപ്പം ഞാൻ ഓർത്ത് ഒന്നുകൂടെ അത് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തുവാണെന്നറിയത്തില്ല. അപ്പം ഞാൻ ഓർത്തും അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്തു പോകാം, മറ്റേത് പിന്നെ അതിലും എടുക്കാമല്ലോ എന്ന് വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ സിസേറിയൻ്റെ അല്ല, സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആഫ്റ്റർ കെയർ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉള്ളവരുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. എനിക്ക് ചെയ്ത് 100% വർക്ക് ആയ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിസേറിയൻ്റേത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, സിസേറിയൻ കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം തന്നെ എനിക്ക് ഡിസ്ചാർജ് കിട്ടി. യൂഷ്വലി നമ്മളെല്ലാവരും പറയുന്നത് 7 ദിവസമെങ്കിലും കഴിയാതെ വിടത്തില്ലെന്നൊക്കെയാണ്. പിന്നെ ഓരോ ഹോസ്പിറ്റലും ഓരോ രീതിയിലാണ്, ഓരോ ഡോക്ടേഴ്സ് ഓരോ രീതിയിലാണ്. ചിലർ 7 ദിവസം മസ്റ്റായിട്ടും അവിടെ കിടത്തും. ചിലരാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നേരത്തെ ഡിസ്ചാർജ് തരുമായിരിക്കും, എനിക്കറിയത്തില്ല. സിസേറിയന് പൊതുവേ 7 ദിവസം ആയിരിക്കും ഇടുന്നത്. അപ്പം എനിക്കെന്തായാലും 4-ാമത്തെ ദിവസം ഡിസ്ചാർജ് കിട്ടി. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സിസേറിയൻ്റെ സെക്കൻഡ് ഡേ മുതൽ എന്നോട് കുളിക്കാൻ പറഞ്ഞായിരുന്നു. 14-ാം തീയതി ആയിരുന്നു സിസേറിയൻ, 16-ാം തീയതി കുളിക്കാൻ പറഞ്ഞായിരുന്നു. തല ഉൾപ്പെടെ കുളിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ തന്നെ കുളിച്ചത്. വേറെ ആരുടെയും ഹെൽപ്പൊന്നുമില്ലായിരുന്നു. അമ്മയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റാത്തത് മാത്രം, ഇപ്പോൾ കുനി എന്തെങ്കിലും എടുക്കുക, അതൊന്നും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് ബെൻഡ് ആവാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് റിക്കവറാകും. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്താൽ റിക്കവറി ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണ്ടെന്നൊന്നും അല്ല കേട്ടോ. അപ്പം സെക്കൻഡ് ഡേ തൊട്ട് തല ഉൾപ്പെടെ കുളിക്കണമായിരുന്നു. അതപ്പം ഞാൻ തന്നെ ആയിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആരുടെയും ഹെൽപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ ഡെയിലി നടക്കുവാന്ന് വെച്ചാൽ 10 കിലോമീറ്റർ ഒന്നും നടക്കുന്ന കാര്യമല്ല പറയുന്നത്. ഡെയിലി ഒരു 10 മിനിറ്റ് നമ്മളോട് നടക്കാൻ പറയും. അത് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മളെ കൊണ്ട് എഴുന്നേറ്റ് നടത്തിക്കുമല്ലോ, അത് കണ്ടിന്യൂസ്ലി എന്നും ചെയ്യുക. എന്നും ഒരു 10 മിനിറ്റെങ്കിലും, അതായത് ബോഡി മൂവ് ആകുക എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം കുറച്ചാണെങ്കിലും നമ്മൾ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക. അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് ഒരു കാര്യമില്ല. റെസ്റ്റ് എടുക്കണം, അത് വേറെ. ഞാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരാഴ്ച എന്നൊക്കെ വെച്ചാൽ സ്റ്റിച്ചിൻ്റെ നീറ്റൽ കാണും. എനിക്ക് കിടക്കുമ്പോഴൊന്നും നീറ്റലൊന്നുമില്ല. മരുന്നിൻ്റെ ഇത് മാറിയിട്ടും നീറ്റലൊന്നുമില്ല. പക്ഷേ ഒരു പിടുത്തം പോലായിരുന്നു ആദ്യത്തെ ഒരാഴ്ച. പിന്നെ ഈ പറഞ്ഞ പോലെ കുളിച്ചിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് നീറ്റൽ തുടങ്ങും. അന്നേരം ഞാൻ പെട്ടെന്ന് വന്ന് കിടക്കുമ്പോൾ എനിക്ക് നല്ല റിലീഫുണ്ട്, പെയിനൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഒത്തിരി നേരം കുളിച്ചിട്ടൊക്കെ, മീൻസ് ഒത്തിരി നേരം നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ ചെറുതായിട്ട് നീറ്റൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് വേണം, പക്ഷേ അതിനർത്ഥം ചിലർ പറയുന്നത് കേൾക്കാം 3 മാസം കംപ്ലീറ്റ് ബെഡിൽ റെസ്റ്റ് എടുക്കണം, ചിലർ 1 മാസം കംപ്ലീറ്റ് ബെഡിൽ റെസ്റ്റ് എടുക്കണം. അങ്ങനെയൊന്നുമില്ല. റെസ്റ്റ് വേണം, പക്ഷേ ഓവർ റെസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. എന്നും ബോഡി മൂവ് ചെയ്യണം. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിൽ തന്നെ നടക്കണം. എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോഴും പറഞ്ഞായിരുന്നു ഡെയിലി നടക്കണമെന്നുള്ളത്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വെള്ളം കുടിക്കുന്നോ അത്രയും നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഈവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പം റിക്കവറിക്കാണെങ്കിലും ശരി, ബ്രസ്റ്റ് ഫീഡിനാണെങ്കിലും ശരി, എപ്പോഴും ഇനി അല്ലാതെയും നമുക്ക് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു ആദ്യത്തെ 1-2 ദിവസം മെജോറിറ്റി ഞാൻ കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ബാക്കിലെ മസിൽസൊക്കെ, നമ്മുടെ പുറത്തിൻ്റെ മസിൽസൊക്കെ അങ്ങ്
പെയിൻ എടുക്കാനും അതുപോലെ ഈ അനസ്തേഷ്യ കുത്തിയിടത്താണെങ്കിൽ അതിൻ്റെ ഒരു പെയിൻ എടുക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ പലരും പറയുന്നേക്കാം സിസേറിയൻ കഴിഞ്ഞ് നടുവേദന മസ്റ്റാ, അങ്ങനൊന്നുമില്ല. ഈ അനസ്തേഷ്യ പല സർജറിക്കും ചെയ്യുന്നുണ്ട്, ആണുങ്ങൾക്കും എടുക്കുന്നുണ്ട് പെണ്ണുങ്ങൾക്കും എടുക്കുന്നുണ്ട്. നമുക്ക് നടുവേദന വരുന്നത് അനസ്തേഷ്യ എടുത്തതുകൊണ്ടല്ല, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ച്. ചിലർക്ക് നല്ല ബോഡി വെയിറ്റ് ആണെങ്കിൽ നടുവേദന എടുക്കും, കാൽഷ്യത്തിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നടുവേദന എടുക്കും. പിന്നെ അതുപോലെ വർക്കൗട്ടും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ നടുവേദന എടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് നടുവേദന വരുന്നത്, അല്ലാതെ സിസേറിയൻ കാരണം അല്ല. ഇപ്പം നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും നടുവേദന ഉള്ള ഒത്തിരി പേരുണ്ട്. സോ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനത്തെ കുറേ കാരണങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡിൽ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഫുഡ് ഇടയ്ക്കൊന്ന് ഉഴപ്പായിരുന്നു, നല്ല ഉഴപ്പായിരുന്നു. സോ നമ്മൾ മീൻസ് ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് ഉഴപ്പും, അത് സത്യമാണ്. പക്ഷെ എന്നാലും അങ്ങനെയല്ല, നമ്മൾ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അപ്പം പിന്നെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് നടുവേദന വരുന്നത്, അല്ലാതെ സിസേറിയൻ ചെയ്തതുകൊണ്ടല്ല. പിന്നെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആയുർവേദം അല്ലെങ്കിൽ ലേഹ്യം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അയണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഗുളിക പ്രോപ്പറായിട്ട് കഴിക്കണം, അതൊരിക്കലും മിസ് ചെയ്യല്ല. കാരണം ഒന്നാമത് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇത്രയും ഈ പ്രോസസ്സെല്ലാം കഴിയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ഇത് പോകുന്നുണ്ട്. സോ ഒന്ന് ബാലൻസ് ആവണമെങ്കിൽ അയണും കാൽഷ്യവും മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. മറ്റേ ലേഹ്യമൊക്കെ കഴിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷെ അതല്ല, അതിൻ്റെ കൂടെ ഇത് മസ്റ്റായിട്ടും കഴിക്കണം. ഇല്ലെങ്കിൽ ഹെയർ ഫോള് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു 100,000 കാര്യം കൂട്ടത്തിൽ വരും. സോ അതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ഫുഡാണെങ്കിൽ ഫുഡ് എല്ലാം കഴിക്കാം. അതായത് ഇലവർഗ്ഗങ്ങൾ, ഏത്തപ്പഴം, മുട്ട, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജ് എല്ലാം കഴിക്കാം. അങ്ങനെ ഫുഡെല്ലാം കഴിക്കണം. അല്ലാതെ കുറേ ചോറ് തിന്ന് കറികളൊന്നും കഴിക്കാതെ അങ്ങനെയല്ല. എല്ലാം അതിൻ്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയത്തില്ലേ, കുറച്ച് ചോറ്, കുറച്ച് പ്രോട്ടീനുള്ള എന്തെങ്കിലും, അങ്ങനെ എല്ലാം നമുക്ക് വേണം. പിന്നെ അതിൽ നമ്മൾ കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒന്നും ഇരിക്കല്ല. ചിലർ വയറ് ചാടുമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതൊക്കെ ഇരിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ വെള്ളം മസ്റ്റായിട്ടും കുടിക്കണം. ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം ഡെയിലി കുടിക്കണം. പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ദാഹിക്കും. സോ എങ്ങനെ വെള്ളം കുടിക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലർ പറയുന്ന കേൾക്കാം വയറ് ചാടും, വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ വയറൊന്നും ചാടാൻ പോകുന്നില്ല. സോ നിങ്ങൾ ആ മണ്ടത്തരം വിശ്വസിച്ച് വെള്ളം കുടിക്കാതിരിക്കരുത്. പല പല പ്രശ്നങ്ങൾ വരും. കോൺസ്റ്റിപ്പേഷൻ വരും, പാലിൻ്റെ സപ്ലൈ കുറയും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. സോ മസ്റ്റായിട്ടും. പിന്നെ അതുപോലെ സിസേറിയൻ്റെ മുറിവ് ഉണങ്ങാൻ അത് ഡിലേ ആയിക്കൊണ്ടേയിരിക്കും, അങ്ങനെയും കൂടെ ഒരു പ്രശ്നമുണ്ട്. സോ മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക, മൂവ് ചെയ്യുക, ഡെയിലി മൂവ് ചെയ്യുക. പിന്നെ തന്നിരിക്കുന്ന മെഡിസിൻ നമുക്ക് പെയിൻ കില്ലറൊക്കെ തരുമായിരിക്കും. ആദ്യത്തെ ഒരാഴ്ച എനിക്കങ്ങനെ ആയിരുന്നെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരാഴ്ച രാവിലെയും വൈകിട്ടും ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് മറ്റേ ഗ്യാസിൻ്റെ ഗുളിക, അത് കാര്യമാക്കണ്ട. മറ്റേതെന്ന് വെച്ചാൽ എന്തോ വേദനയ്ക്കുള്ളത് തന്നെ ആയിരുന്നു, പെയിൻ കില്ലർ അങ്ങനെ എന്തോ ആയിരുന്നു. അത് ഒരാഴ്ചത്തേക്ക്. പിന്നെ ഒരു ഓയിൻമെൻറ്റും തന്നായിരുന്നു സ്റ്റിച്ചിൻ്റെ അവിടെ പുരട്ടാൻ. അപ്പോൾ അത് രണ്ടും എനിക്കുള്ളായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതും നിർത്തി. പിന്നെ ബാക്കി നമ്മുടെ നോർമൽ റുട്ടീൻ പോലെ തന്നെ അങ്ങ് പോകാമായിരുന്നു. സ്റ്റിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുള്ളത് ആദ്യം അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ മുറിവിൽ തൊടാനൊക്കെ. ആദ്യത്തെ ഒരു ദിവസം ഒരു തിക്കായിട്ടുള്ളൊരു പഞ്ഞിയൊക്കെ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടായിരിക്കും സർജറി കഴിഞ്ഞിട്ട്. പിന്നെ നമ്മളോട് കുളിക്കാൻ പറയുമല്ലോ, കുളിച്ച് കഴിയുമ്പം നന്നായിട്ട് വെള്ളം അവിടെ എല്ലാം ഒഴിക്കാൻ പറയും, സ്റ്റിച്ചിൻ്റെ മുകളിലെല്ലാം. നമുക്ക് സ്റ്റിച്ച് കാണത്തില്ല, കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പിന്നെ എനിക്കൊന്ന് ഓരോ ഡോക്ടേഴ്സിനും ഓരോ രീതി കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞത് ഇങ്ങനായിരുന്നു. സെക്കൻഡ് ഡേ, അതായത് സെക്കൻഡ് ഡേയിൽ നമ്മൾ കുളിക്കണം. ചിലർക്ക് 3-4 ദിവസം കഴിഞ്ഞ് കുളിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഡിപ്പെൻസ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഡോക്ടേഴ്സ് പറയുന്നത്. ഓരോ ഡോക്ടേഴ്സിനും ഓരോ രീതിയുണ്ട്, അത് വെച്ചിട്ടായിരിക്കും. അപ്പം സ്റ്റിച്ചിൻ്റെ അവിടെ ഒരു കട്ടിക്ക് ഇങ്ങനെ പഞ്ഞി വെച്ചിട്ട്, പഞ്ഞിയോ അങ്ങനെ എന്തോ ഒരു സംഭവം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചാലേ ആ ടേപ്പ് ഇളകത്തുള്ളൂ. അപ്പോൾ എന്നോട് കുളിക്കാൻ പറഞ്ഞു. കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് അപ്പം കുതിരുമല്ലോ. അപ്പോൾ കുതിർന്ന് കഴിഞ്ഞിട്ട് അവർക്കപ്പോൾ സ്റ്റിച്ചല്ല, ആ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് പെട്ടെന്ന് റിമൂവായി വരും. റിമൂവായിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഹോസ്പിറ്റലിലുള്ളപ്പോൾ നമുക്ക് ഡെയിലി അവർ വന്നിട്ട് ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ എങ്ങനെ ആയിരുന്നെന്ന് വെച്ചാൽ, വീട്ടിൽ വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട്
തുണി വെച്ച് ഒപ്പുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് തോന്നിയത് ടിഷ്യൂ വെച്ച് ഒപ്പുന്നതാണ്. ടിഷ്യൂ വെച്ചിട്ട് ഒപ്പുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ഡ്രോപ്പ് വെള്ളം പോലും മുറിവേലിരിക്കരുത്, കാരണം അത് ഇൻഫെക്ഷനൊക്കെ ആവാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ആദ്യം ഞാനൊരു ടിഷ്യൂ എടുക്കും, അത് ക്ലീൻ ചെയ്യും. എന്നുവെച്ചാൽ ബ്ലഡൊന്നുമില്ല കേട്ടോ, മുറിവൊക്കെ ഉണങ്ങി, പക്ഷേ എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി ഉണങ്ങത്തൊന്നുമില്ല, നമ്മൾ അത്രയും കെയർ ചെയ്യണം. ഒരു ടിഷ്യൂ എടുക്കും, അത് വെച്ചിട്ട് ആ വെള്ളം എല്ലാം ഒപ്പും, നന്നായിട്ട് ഒപ്പും. എന്നിട്ട് ആ ടിഷ്യൂ അങ്ങ് കളയും. എന്നിട്ട് അടുത്ത ടിഷ്യൂ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ, നമ്മൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് വെള്ളമൊന്നും തോന്നത്തില്ല, പക്ഷെ എന്നാലും സ്കിന്നിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് ഒരു ഈർപ്പം ഇരിക്കും, അങ്ങനെ പോലും ഇരിക്കരുത്. അപ്പം അടുത്തൊരു ടിഷ്യൂ എടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒപ്പുക, അത് കളയുക. അടുത്ത ഒരു ടിഷ്യൂ കൂടെ എടുത്തിട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് ഈ ഓയിൻമെൻറ്റ് പരട്ടണം. അങ്ങനെ രാവിലെയും വൈകിട്ടും 2 നേരം ആ ഓയിൻമെൻറ്റ് 7 ദിവസം ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് സ്റ്റിച്ചെല്ലാം, വെളിയിലത്തെ സ്റ്റിച്ചെല്ലാം കംപ്ലീറ്റ്ലി ഉണങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് റിമൂവ് ചെയ്യേണ്ട മറ്റേ ഡിസോൾവ് ആവുന്ന സ്റ്റിച്ചായിരുന്നു. സോ അറ്റത്ത് 2 ടൈ ഉണ്ട് ഈ സ്റ്റിച്ചിൻ്റെ, അത് മാത്രം ജസ്റ്റ് 10 ഓസി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞു, അതേ ഉള്ളായിരുന്നു. പിന്നെ സിസേറിയൻ്റെ പെയിൻ പലർക്കും പല രീതിയിലായിരിക്കും. എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ നീറ്റലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ അങ്ങനെ സിവിയർ പെയിനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം മറ്റൊന്നുമല്ല, പലർക്കും പല രീതിയിലായിരിക്കും. നല്ലതായിട്ട് വയറൊക്കെ, അതായത് ബിഫോർ പ്രഗ്നൻസി തന്നെ നല്ല വയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് വന്നിട്ട് വയറ് അമങ്ങും. വയറിൻ്റെ അടിയിലല്ലേ സ്റ്റിച്ച് വരുന്നത്, അപ്പം നന്നായിട്ട് അമങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് പെയിൻ എടുക്കാൻ സാധ്യതയുണ്ട്. എനിക്കങ്ങനെ അത്ര വലിയ വയറൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സേഫായിരുന്നു. അപ്പോൾ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ പലരും പറയുന്നത് കേൾക്കാം കുറേ കൂടെ പെയിൻ ഉണ്ടായിരിക്കും, റിക്കവർ ആവാൻ ടൈം എടുക്കുമെന്ന്. ചിലർക്ക് രണ്ടും ഓക്കെ ആയിട്ടുള്ളവരും ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പക്കായായിട്ട് ചെയ്യുക, ബാക്കിയൊക്കെ നമുക്കറിയത്തില്ലല്ലോ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഡെയിലി മൂവ് ചെയ്യുക. പിന്നെ മൂവ് ചെയ്യുമ്പം പെയിൻ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, നടക്കുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കത് പെട്ടെന്ന് റിക്കവർ ആവണമെന്ന് മനസ്സിലൊരു ഇത് വേണം, തോന്നൽ വേണം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും. കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ നീറ്റലൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ബെഡിൽ കിടന്നാലോ അങ്ങനെയും കടന്നു പോകത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, 2 ദിവസമൊക്കെ ബെഡിൽ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് ബാക്കിൽ ഭയങ്കര മസിൽ പെയിന്, ഗ്യാസ് കയറുന്നു, അങ്ങനെ പല പ്രശ്നം. അപ്പോൾ ഞാൻ ഓർത്ത് എന്നെയും കൊണ്ട് എന്തായാലും ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. പനി വന്നപ്പോൾ ഞാൻ അങ്ങനെ ഓവർ റെസ്റ്റ് എടുത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ എഴുന്നേറ്റ് നടക്കുക, പെട്ടെന്ന് നിങ്ങൾ റിക്കവർ ആവും. മോസ്റ്റ് ഓഫ് ദ കേസിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നടക്കുക, അതാണ് ബെസ്റ്റ് ഒരു സൊല്യൂഷൻ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കുനിയുകയും വെയിറ്റ് ഒന്നും എടുക്കല്ല് കേട്ടോ. അതൊരു 3 മാസമെങ്കിലും വെയിറ്റ് ഒന്നും അധികം എടുക്കുകയൊന്നും ചെയ്യല്ല, അതൊക്കെ ഫോളോ ചെയ്യണം. അങ്ങനത്തെ റെസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അതല്ലാതെ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് ഒന്നും ആവശ്യമല്ല. എന്ന് പറഞ്ഞാൽ അങ്ങ് ഓവർ സ്ട്രെയിൻ ചെയ്ത് ഫുൾ ടൈം നിൽക്കണം, അതുമല്ല ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് മാനേജബിളാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി സിസേറിയനൊക്കെ നടക്കാനിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. പിന്നെ മെഡിസിൻസൊക്കെ പക്കായായിട്ട് എടുക്കണം, അയൺ കാൽഷ്യം അതെല്ലാം എടുക്കണം. അത് നമുക്ക് രണ്ടാമത് ചെല്ലുമ്പോഴായിരിക്കും അയണും കാൽഷ്യം ഒക്കെ എഴുതി തരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഇതൊന്നും കാണത്തില്ല. സോ അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. വേറൊരു കാര്യം കൂടെ, നമ്മൾ ബെഡിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പം അങ്ങനെ നേരെ ചാടി എഴുന്നേൽക്കാതെ സൈഡ് ചരിയണം. ഓക്കെ, വലത്ത് സൈഡെങ്കിൽ വലത്ത് സൈഡ്, ഇടത്ത് സൈഡെങ്കിൽ ഇടത്ത് സൈഡ്, നിങ്ങൾക്ക് ഏതാണോ വശമുള്ളത് അത് അങ്ങനെ ചരിയുക. എന്നിട്ട് നമ്മൾ കാലാദ്യം താഴോട്ടിടണം, എന്നിട്ട് കൈ കുത്തിയിട്ട് വേണം എഴുന്നേൽക്കാൻ. അതായത് നമ്മുടെ ബോഡിയുടെ ഫുൾ ബലവും കയ്യിൽ കൊടുക്കണം. കുറച്ച് കൈക്ക് അത്യാവശ്യം നല്ല സ്ട്രെയിൻ വരും, പക്ഷേ അങ്ങനെ ആണെങ്കിലും നമുക്ക് വയറിനധികം വേദന വരത്തില്ല. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എല്ലാം സ്ലോലി ചെയ്യുക. കാരണം ഒന്ന് ചുമയ്ക്കാൻ പോലും നമുക്ക് ചിലപ്പം സ്റ്റിച്ചിൻ്റെ പെയിൻ കാരണം പറ്റത്തില്ല. സോ മാക്സിമം പൊതുവേ ഞാൻ സ്ലോലിയാണ് കഴിക്കുന്നത്, പക്ഷേ അന്ന് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒന്ന് ചുമയ്ക്കുകയോ വല്ലതും വേണമെങ്കിൽ ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ പെയിൻ കാണും. എനിക്ക് തോന്നുന്നു എനിക്ക് ചിരിക്കുമ്പോഴായിരുന്നു തോന്നുന്നു പെയിന്, കാരണം ചുമ ഭാഗ്യത്തിന് വന്നില്ല. തുമ്മലിന് അത്രയും പെയിന് ഞാൻ അതനുസരിച്ച് മാനേജ് ചെയ്തായിരുന്നു തുമ്മിക്കൊണ്ടിരുന്നത്. തുമ്മൽ അങ്ങനെ ഫ്രീക്വൻ്റ്ലി വന്നില്ല.
പിന്നെ ചുമ, ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ സ്ലോലി കഴിക്കുക. കാരണം ഒന്ന് ചുമ തുടങ്ങിയാൽ അന്നേരമൊക്കെ സ്റ്റിച്ചിന് നല്ല പെയിൻ വരും. അപ്പം അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് എനിക്കെന്തോ 1-2 തവണ ചെറിയ ഒരു ചുമ വന്നതേ ഉള്ളൂ. നല്ല ചുമയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോകും. സോ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചൊക്കെ പെതുക്കെയൊക്കെ കഴിക്കുക, പെതുക്കെ വെള്ളം കുടിക്കുക, അതൊക്കെ ഒന്ന് നോക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെന്നൊക്കെ തോന്നാം. ശരിയാണ്, ഒരു പരിധി വരെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടാതെ ഇരിക്കരുത്. എഴുന്നേറ്റ് നടക്കുമ്പോൾ ഒക്കെ എന്തായാലും വേദന വരും. പിന്നെ ഇത്രയും കീറിയത് വേദന വരാതിരിക്കുമോ? സോ അത്യാവശ്യം നമുക്ക് അതനുസരിച്ച് മാനേജ് ചെയ്ത് ഓവർകം ചെയ്യണം എന്നുള്ളൊരു ഒരിത് വേണം നമുക്ക് മനസ്സിൽ. അപ്പം മാക്സിമം ചിലർ പറയുന്ന കേൾക്കാം ആരെങ്കിലും ഹെൽപ്പ് തേടണം. പക്ഷേ കുറേയൊക്കെ ഹെൽപ്പ് വേണ്ടടുത്ത് വേണം. ബെൻഡൊന്നും ആവില്ല നിങ്ങൾ. അല്ലാതെ ഇപ്പം ബെഡിൽ നിന്നൊക്കെ മാക്സിമം തന്നെ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. മൊത്തത്തിലേ ഒരാളിൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൊടുക്കുന്നതിൽ നല്ലത് നമ്മുടെ കയ്യിൽ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല തീരെ പറ്റത്തില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പൊക്കി എഴുന്നേൽപ്പിച്ചു, കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഒരു എഫേർട്ട് ഇട്ട് നോക്കുക. പിന്നെ ഡെയിലി മൂവ് ചെയ്യുക, നടക്കുക, കുറച്ചെങ്കിലും നടക്കുക. പെട്ടെന്നായിരിക്കും ഓവർകം ചെയ്യാൻ പറ്റുന്നത്. ആ നടക്കുമ്പോഴുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മൾ മറ്റേ താറാവൊക്കെ നടക്കുന്ന പോലെ ആയിരിക്കും ആദ്യം നടക്കുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് റിക്കവർ ആകണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് റിക്കവർ ആക്കാൻ പറ്റും. പിന്നെ എനിക്കിപ്പം 1.5 മാസം ആകുന്നതേ ഉള്ളൂ സിസേറിയൻ കഴിഞ്ഞിട്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോഴാണെങ്കിലും ഞാൻ മുറ്റത്ത് നടക്കാറുണ്ട്. കാരണം നമ്മൾ തീരെ എക്സസൈസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതൊരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് പെതുക്കെ മതി. പക്ഷേ എന്ന് പറഞ്ഞാൽ തീരെ ശരീരം അനങ്ങാതിരിക്കില്ല, ഭയങ്കരമായിട്ടും കയറി വണ്ണിക്കും, തീരെ ആരോഗ്യം ഇല്ലാതായി പോകും, കൈക്കൊക്കെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. സോ നമ്മൾ ഗ്രാജ്വലി ഇപ്പം ഞാൻ മുറ്റത്തൊക്കെ നടക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പറ്റുന്ന പോലൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ കുഞ്ഞൊക്കെ കരയുമ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല, ബട്ട് സ്റ്റിൽ വീടിനകത്താണെങ്കിലും കുറച്ചൊക്കെ നടക്കണം. സോ അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ലെങ്കിൽ അപ്കമിങ് വീഡിയോസിലായിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഓർക്കുന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.